ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PNV അമേസിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പീലിയുടെ ഗ്രാമം 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പീലിയുടെ ഗ്രാമം എന്ന പാഠത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഈ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണണേ. പീലിയുടെ അച്ഛൻ പറയുകയാണ്, അങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ പീലിയുടെ സുഹൃത്തുക്കൾ പീലിയുടെ വീട്ടിൽ വന്ന് നല്ല ഭക്ഷണമെല്ലാം കഴിച്ചു. അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം അന്ന് അവർ കഴിച്ച ഭക്ഷണം പീലിയുടെ അച്ഛനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഭക്ഷണം ഉണ്ടാക്കിയത് എന്ന് ഈ 4 പേരും, ആരൊക്കെയാണ്? വിക്കി, അപ്പു, നീനു, ചമേലി, ഇവരെല്ലാം കൂടി പീലിയുടെ അച്ഛനോട് ചോദിച്ചിരിക്കാം. അപ്പോൾ അച്ഛൻ മറുപടി പറയാണ്, അങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കേട്ടതിന് ശേഷം നീനു പറയാണ്, കൊള്ളാം, എനിക്കും പഠിക്കണം ഇതൊക്കെ ഉണ്ടാക്കാൻ. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, കൂട്ടുകാർക്കായി ഒരു വിഭവം ഉണ്ടാക്കിയാലോ? നിങ്ങളുടെ പരിസരത്ത് നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് മുതിർന്നവരുടെ സഹായത്തോടെ ഭക്ഷണം തയ്യാറാക്കി ക്ലാസ്സിൽ കൊണ്ടുവരൂ. കൊണ്ടുവരുന്ന വിഭവങ്ങൾ എല്ലാവരും ഒന്നിച്ച് പങ്കിട്ട് കഴിക്കുമല്ലോ. എനിക്ക് ഇവിടെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അങ്കിൾ, എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ റേഞ്ചും വൈഫൈയും ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? ഒരു ഗെയിം കളിക്കാൻ നീ എന്തു ചെയ്യും പീലി? ഗെയിം ഇല്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും? നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു? വിക്കിയുടെ സംശയമാണ്. ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിലും കൂടിയിട്ട് എല്ലാവരും, വിക്കി ഏത് സമയം മൊബൈൽ കളിക്കാൻ തോന്നുന്നു വിക്കിയുടെ സംസാരം കേട്ടിട്ട്. അപ്പോൾ വിക്കി ചോദിക്കുകയാണ്, റേഞ്ചും വൈഫൈയും ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ബോറടിക്കില്ലേ എന്ന്. പിന്നെ അപ്പു പറയുന്നത്, നഗരത്തേക്കാൾ രസം ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ അപ്പുവിൻ്റെ കമൻ്റാണ്, നഗരത്തേക്കാൾ രസം ഇവിടെയാണെന്നാണ് തോന്നുന്നത്. എന്തുകൊണ്ടാവാം? ഒരു നഗരത്തെ പറ്റി വിക്കിയും അപ്പുവും 2 തരം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുക. അതായത് വിക്കി പറഞ്ഞത്, വിക്കി വൈഫൈയും റേഞ്ചും ഒന്നുമില്ലാതെ എങ്ങനെയാണ് നിങ്ങളിവിടെ നേരമെല്ലാം കളയുന്നത് എന്നാണ്. പക്ഷെ അപ്പു പറഞ്ഞതോ, എനിക്ക് അവിടത്തെക്കാട്ടി ഇവിടെ വളരെ ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ 2 പേരുടെയും ജീവിത സാഹചര്യം വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം. വിക്കി വളരെയധികം വീട്ടിലെല്ലാം നല്ല ക്യാഷുള്ള വീട്ടിലെ ഒരു കുട്ടിയാണ്. പക്ഷെ അപ്പു ആകട്ടെ, അമ്മ ഒരു സാധാരണ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയാണ്. അമ്മ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ അതിനുള്ള സൗകര്യമൊന്നും ആർക്കില്ല, അപ്പുവിനില്ല. അപ്പോൾ പീലിയുടെ അച്ഛൻ പറയുകയാണ്, ഇവിടെയും പലതരം കളികളുണ്ട്. ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് കളിച്ച് ഉല്ലസിക്കുന്നതെന്ന് നമുക്ക് കണ്ടുവരാം. വരൂ. അപ്പോൾ പീലിയുടെ അച്ഛൻ ഇവരെ ഗ്രാമമെല്ലാം ചുറ്റി കാണിക്കാൻ കൊണ്ടുപോവുകയാണ്. വരൂ, പീലിയുടെ അച്ഛൻ്റെ കൂടെ ഈ ഗ്രാമത്തിലെ ഉല്ലാസങ്ങൾ നമുക്കും കണ്ടുവരാം. നിങ്ങളും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകുമല്ലോ. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്, എന്തൊക്കെ ലഭിച്ചാലാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുക? സ്കൂളിലെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ ടീച്ചറുടെ മേൽനോട്ടത്തിൽ എൻ്റെ സന്തോഷങ്ങൾ എന്ന പേരിൽ ഒരു സെൽഫി വീഡിയോ തയ്യാറാക്കൂ. അടുത്തതാണ് ഗ്രാമഭംഗി. പീലിയുടെ ഗ്രാമത്തിലൂടെ നടന്ന് എത്രത്തോളം ലളിതവും സുന്ദരവുമാണ് ആ ഗ്രാമമെന്ന് കണ്ടറിയൂ. അപ്പോൾ പീലിയുടെ ഗ്രാമമാണ് കാണിക്കുന്നത്. ആഴ്ചച്ചന്തകളിൽ വന്നാണ് ഗ്രാമവാസികൾ സാധനങ്ങൾ വാങ്ങുന്നതും അവർ ഉണ്ടാക്കിയവ വിൽക്കുന്നതും. അതായത് ഇവരുടെ ഗ്രാമത്തിലെ ആഴ്ചയിൽ ഒരു ദിവസം ചന്തയുണ്ടാവും. അന്നത്തെ ദിവസം നമ്മുടെ മാർക്കറ്റിലൊക്കെ ഉള്ള പോലെ ആ ഒരു ദിവസമാണ് അവിടേക്ക് സാധനങ്ങൾ, പച്ചക്കറികളായാലും മറ്റ് സാധനങ്ങളെല്ലാം കൊണ്ടുവരും. നമുക്ക് വീടിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും അവിടെ, കളിപ്പാട്ടങ്ങളെല്ലാം വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ ചന്തയുള്ള ദിവസമാണ് പീലിയുടെ ഗ്രാമത്തിലെ എല്ലാവരും സാധനങ്ങളെല്ലാം വാങ്ങുന്നത്. കണ്ടില്ലേ, ഇതിൽ നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ, മൺചട്ടികളും പച്ചക്കറികളും മറ്റ് വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ആഴ്ചച്ചന്തകൾ, സ്ഥിരം ചന്തകൾ, വൈകുന്നേര ചന്തകൾ എന്നിവയ്ക്ക് ഉണ്ടാകുമല്ലോ. മുതിർന്നവരുടെ ഒപ്പം അവ സന്ദർശിച്ച് അവിടുത്തെ ഇടപാടുകൾ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ ചന്തകളൊക്കെ ഉണ്ടെങ്കിൽ മുതിർന്നവരുടെ ഒപ്പം പോയിട്ട് അത് സന്ദർശിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അച്ഛൻ പീലിയുടെ കൂട്ടുകാർക്ക് ഓലത്തൊപ്പിയും കുട്ടയും വസ്ത്രങ്ങളും സമ്മാനിച്ചു.
ഓല, കടലാസ് തുടങ്ങിയവ കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടാക്കാൻ അറിയാം? നിങ്ങൾ ഉണ്ടാക്കിയവ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. ഇവിടെ ഒരു 5 ചിത്രം തന്നിട്ടുണ്ട്. കടലാസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു വർണ്ണക്കുട, പിന്നെ ഒരു ചെറിയ ഒരു ബക്കറ്റ് പോലെയുള്ളത്, പിന്നെ തൊപ്പി, പിന്നെ ഒരു പമ്പരം, പിന്നെ അങ്ങനെയുള്ള വിവിധ വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി, ഈ ഗ്രാമത്തിൽ ഇതുപോലുള്ള ഒട്ടേറെ കുളങ്ങളുണ്ട്. ഞാനും കൂട്ടുകാരുമെല്ലാം നീന്താൻ പഠിച്ചത് ഈ കുളങ്ങളിലാണ്. പീലി പറയുകയാണ്. നമ്മുടെ 4 ആൾക്കാരും ഉണ്ടല്ലേ കൂടെ, ഫ്രണ്ട്സ്. ചമേലി ഉണ്ട്, പിന്നെ ആരാ, വിക്കി ഉണ്ട്, അപ്പു ഉണ്ട്, നീനു വീൽ ചെയറിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം നാട് കാണാൻ ഇറങ്ങിയതാണ്. പീലിയുടെ ഗ്രാമഭംഗി ആസ്വദിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്, മലയും പിന്നെ കുളവും. കുളത്തിൽ കുട്ടികൾ നീന്തി കളിക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ പീലിയുടെ നാട്ടിൽ കുട്ടികൾ നേരം പോകാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഇതുപോലെയുള്ള പല കളികളും കളിക്കുന്നുണ്ടാകും. ഇതൊക്കെ ചുറ്റിക്കാണാൻ വന്നതാണ്. ഇവരെല്ലാം സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്കും എന്ത് സന്തോഷമാണ്. നമ്മുടെ നീനു പറയാണ്, ഇവരെല്ലാം സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്കും എന്ത് സന്തോഷമാണ്. അപ്പോൾ കൊയ്ത്തിന് ശേഷം 2ാം വിളയിറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിലാണ് കാളപ്പൂട്ട് മത്സരങ്ങൾ നടക്കാറുള്ളത്. അപ്പോൾ പീലി പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഉഴുതുമറിച്ച വയലിലാണ് കാളപ്പൂട്ട് മത്സരങ്ങൾ നടക്കാറുള്ളത്. അപ്പോൾ അവരെ ചുറ്റി നടന്നിട്ട് അതും കണ്ടല്ലേ. ഇത് ഞങ്ങളുടെ ഉത്സവമാണ്. അപ്പോൾ അവരുടെ നാട്ടിലെ ഒരു ഉത്സവം കാണിച്ച്, തെയ്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഉത്സവം കാണിച്ചു കൊടുക്കുകയാണ് പീലി. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവം. നിങ്ങളുടെ നാട്ടിലും വിവിധ തരം ഉത്സവങ്ങൾ നടക്കാറില്ലേ? ഉത്സവങ്ങൾ, പെരുന്നാൾ, ഉറൂസ്, മേളകൾ, കായിക മത്സരങ്ങൾ തുടങ്ങിയ ആഘോഷങ്ങളെക്കുറിച്ച് മുതിർന്നവരോട് ചോദിച്ച് ഒരു വിവരണം തയ്യാറാക്കൂ. മുതിർന്നവർക്കൊപ്പം അവ കാണാൻ പോയതിൻ്റെ അനുഭവവും ക്ലാസ്സിൽ പങ്കുവയ്ക്കൂ. അങ്ങനെ അവർ ചുറ്റി കാണാനല്ലേ, ഉത്സവമൊക്കെ കണ്ട് അവർക്ക് വളരെയധികം സന്തോഷമുണ്ട്. കയ്യിലെ അവരുടെ ഒരു കൊട്ടയുണ്ട്, പീലിയുടെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തത്, പിന്നെ തലയിൽ തൊപ്പിയുണ്ട്. അവർ വളരെയധികം സന്തോഷിച്ച് ഉല്ലസിച്ച് നടക്കുകയാണ്. പീലിയും കൂട്ടുകാരും നിങ്ങളും ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് രാത്രി തിരിച്ചു വരികയാണ്. ഈ നേരത്ത് നമുക്കൊരു പാട്ടുണ്ടാക്കി പാടിയാലോ? എൻ്റെ ഗ്രാമം എന്ന പേരിൽ ഒരു പാട്ടുണ്ടാക്കാം. നിങ്ങൾ കണ്ടിട്ടുള്ള ഗ്രാമങ്ങളും പീലിയുടെ ഗ്രാമവും ഒക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു പാട്ടെഴുതി ക്ലാസ്സിൽ സ്വന്തം താളത്തിനനുസരിച്ച് പാടി അവതരിപ്പിക്കൂ. അത് നിങ്ങൾക്കുള്ള പ്രവർത്തനമാണേ. എന്താ, ഇവരെ ആ കുന്നിൻ്റെ താഴ്വരയിൽ നിന്നിട്ട് ആകാശം നോക്കുകയാണല്ലേ. എന്തൊരു ഭംഗിയാണ് കാണാൻ. ആ ചിത്രം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പുറത്തേക്ക് നോക്കിയാൽ രാത്രി കാഴ്ച കാണുന്ന ഒരു ഇടം കണ്ടെത്തൂ. എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കാണുക? നമുക്കതൊന്ന് വരച്ചു നോക്കിയാലോ? എൻ്റെ രാത്രിയും ആകാശവും എന്ന പേരിൽ കൂട്ടുകാർ വരച്ച മുഴുവൻ ചിത്രങ്ങളും വെച്ച് ക്ലാസ്സിൽ ഒരു ചിത്ര പ്രദർശനം സംഘടിപ്പിക്കൂ. പീലി, നിന്റെ ഗ്രാമവും ഗ്രാമവാസികളും എത്ര സന്തുഷ്ടരാണ്? നമ്മുടെ നീനു ചോദിക്കുകയാണ് പീലിയോട്, നിന്റെ ഗ്രാമവും ഗ്രാമവാസികളും എത്ര സന്തുഷ്ടരാണ്? അപ്പോൾ അപ്പു ചോദിക്കുകയാണ്, എനിക്ക് ഈ കാഴ്ചകളെക്കുറിച്ചൊക്കെ അമ്മയോട് പറയാൻ ധൃതിയായി. പിന്നെ വിക്കി പറയാണ്, നഗരജീവിതം മാത്രം രസമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ എത്തിയപ്പോൾ ആ ധാരണ മാറി. അല്ലേ, വന്നപ്പോൾ വിക്കി എന്താ ചോദിച്ചത്? ഈ വൈഫൈയും റേഞ്ചൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് നേരം പോകുന്നതെന്നാണ് ചോദിച്ചത്. പക്ഷേ ഒരു ദിവസം അവിടെ ചുറ്റി കണ്ടപ്പോൾ വിക്കി തൻ്റെ അഭിപ്രായം മാറ്റി. നഗരജീവിതം മാത്രം രസമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ എത്തിയപ്പോൾ ആ ധാരണ മാറി എന്നാണ് വിക്കി പറയുന്നത്. ഇനി നമ്മുടെ ചമേലി എന്താ പറയുന്നത്? എൻ്റെ നാട്ടിലും ഗ്രാമവും ഇതുപോലെയൊക്കെയാണ് എന്ന് മാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചമേലി സ്വന്തം ഗ്രാമം കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ നാട്ടിലെ ഗ്രാമമൊക്കെ ഇതുപോലെയാണെന്ന് മാ പറഞ്ഞ അറിവേ ആർക്കുള്ളൂ? ചമേലിക്കുള്ളൂ. നിങ്ങൾക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ വന്ന കൂട്ടുകാർ അവരുടെ അഭിപ്രായം പങ്കുവച്ചല്ലോ. നിങ്ങൾക്കും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവില്ലേ? ഗ്രാമക്കാഴ്ച നിങ്ങളെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചുവെന്ന് ഇവിടെ എഴുതി ചേർക്കൂ. പീലിയുടെ ഗ്രാമത്തിലേക്ക് പുറപ്പെടും മുമ്പ് നിങ്ങൾക്കും പീലിയുടെ മറ്റു കൂട്ടുകാർക്കും സന്തോഷത്തെക്കുറിച്ചും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചും ധാരാളം മുൻധാരണകൾ ഉണ്ടായിരുന്നില്ലേ? അത്തരം ചിന്തകളിലൂടെയല്ലേ അതുവരെയും നിങ്ങൾ ലോകത്തെ നോക്കിക്കണ്ടത്? ഈ യാത്രക്കിടയിൽ നിങ്ങൾ പല മുൻധാരണകളും ഉപേക്ഷിച്ചില്ലേ? പുതിയ ചില അനുഭവങ്ങളും അറിവുകളും നേടിയില്ലേ?
പീലിയുടെ കൂട്ടുകാർ പറയുന്നത് കേൾക്കൂ. നഗരത്തിലെ മുന്തിയ സൗകര്യങ്ങൾ കൊണ്ടേ സന്തോഷമുണ്ടാകൂ എന്നാണ് ഞാൻ കരുതിയത്. ആ ചിന്ത മാറി. വിക്കി പറഞ്ഞതുപോലെ ഞാനും ചിന്തിച്ചിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സന്തോഷം അവിടെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും സന്തോഷമുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ വിക്കി പറയുന്നത് എന്താണ്? നഗരത്തിലെ മുന്തിയ സൗകര്യമുണ്ടെങ്കിൽ മാത്രമേ സന്തോഷം ഉണ്ടാവൂ എന്നാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? വിക്കി പറഞ്ഞതുപോലൊക്കെ തന്നെ ഞാനും ചിന്തിച്ചിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സന്തോഷം അവിടെയുണ്ട്, പക്ഷേ എല്ലാവർക്കും അവരവരുടെ ഗ്രാമത്തിൽ അവരവരുടേതായ സന്തോഷമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നാണ് അപ്പു പറയുന്നത്. ഇനി ചമേലി എന്താ പറയുന്നത്? എന്നെ എല്ലാവരും മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന കുട്ടിയായി കണ്ട് മാറ്റി നിർത്തുമോ എന്ന ഭയം എനിക്കുണ്ടായിരുന്നു. അത് മാറി. നീനുവോ? എനിക്ക് ഈ കാഴ്ചകളും സന്തോഷങ്ങളും അനുഭവിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചതേയില്ല. 4 പേരും അവരുടെ മുൻധാരണ തിരുത്തി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പീലിയുടെ ഗ്രാമത്തിലൂടെ നിങ്ങളും സഞ്ചരിച്ചുവല്ലോ. ഈ യാത്രക്കിടയിൽ നിങ്ങൾക്ക് എന്തെല്ലാം പുതിയ അറിവുകളാണ് ഉണ്ടായത്? നിങ്ങളുടെ അനുഭവം കൂട്ടുകാരോട് പങ്കുവയ്ക്കൂ. ഇതാണ് ഈ പാഠം. പീലിയുടെ ഗ്രാമം എന്ന പാഠം അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താഴെ നമ്മുടെ വീഡിയോയുടെ താഴെ ഈ ഒരു വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇതിൻ്റെ പുറകെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്